വെൽക്കം ടു വോയിസ് ഓഫ് കെ കെ. ഞാൻ സംസാരിക്കുന്നത് ഇലക്ട്രിക്കൽ സ്കൂട്ടർ നമുക്ക് ലാഭകരമാണോ അതോ നഷ്ടവും? അങ്ങനെയൊക്കെ ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു ഉത്തരം പറയാനില്ലാത്ത ആൾക്കാരായിരിക്കും. കാരണം കഴിഞ്ഞ 5 വർഷം അല്ലെ 6 വർഷത്തോളം ആയിട്ടുള്ളൂ നമ്മൾ ഇലക്ട്രിക്കൽ സ്കൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ടുള്ളൂ നന്നായിട്ട് നമ്മൾ മലയാളികൾ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഓലയിലെ തുടക്കം ഇപ്പോൾ ഏതറിലും റിവർ ഇന്ത്യയിലൊക്കെ വന്നു നിൽക്കുന്നു. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഞാനും നിങ്ങളെ പോലെ ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായ കുറെ കൺഫ്യൂഷൻസും സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഏകദേശം 18 മുതൽ 17 ലക്ഷം വരെയുള്ള വാഹനങ്ങൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ സ്കൂട്ടേഴ്സ്, 2 വീലേഴ്സ് ആണ് ഞാൻ പറയുന്നത്. അതിൽ 2 ലക്ഷം വരെ അല്ലെങ്കിൽ 3 ലക്ഷത്തിന് അടുപ്പിച്ച് വരെ സ്വാഭാവികമായിട്ടും EV ആണ്. കുറച്ച് വർഷങ്ങളായിട്ട് EVയുടെ ഗ്രാഫ് മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. E20യുടെ ചെറിയൊരു പ്രശ്നം പെട്രോൾ സ്കൂട്ടേഴ്സിൽ സെയിലിൽ ബാധിച്ചിരുന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എത്രത്തോളം പ്രോപ്പർ ആണെന്നറിയില്ല. എനിക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് EV എടുക്കുന്നത് നല്ലതാണോ എന്ന് ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഏത് EV എടുക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോടൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ഏകദേശം കഴിഞ്ഞ 5 വർഷമായിട്ട് 50 ലക്ഷത്തോളം ഇലക്ട്രിക്കൽ സ്കൂട്ടേഴ്സ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ഈ സെയിൽ ചെയ്തതിൽ TVSന്റെ ഏകദേശം ഒരു 10-15 ലക്ഷം സ്കൂട്ടേഴ്സ് ഒഴിവായി കഴിഞ്ഞാൽ ഏകദേശം 47 ലക്ഷം മുതൽ 50 ലക്ഷം വരെ, 47 ലക്ഷം 60 ലക്ഷത്തിന് ഏകദേശം 47 മുതൽ ഒരു 45 ലക്ഷം അപ്രോക്സിമേറ്റ് എടുത്തോളൂ. പിന്നെ നമുക്ക് എയ്തറിന് ഏകദേശം 600 സർവീസ് സെന്റേഴ്സ് ഉണ്ട്, ചേതക്കിന് ഏകദേശം 650 ഉണ്ട്. റിവർ ഇന്ത്യയിലെ പ്രോപ്പർ നമ്പേഴ്സ് ഇല്ല. അങ്ങനെ ഓലയ്ക്കും ഏകദേശം 500-600 സർവീസ് സെന്റർ ഉണ്ട്. ഏകദേശം 1800 അടുപ്പിച്ചുള്ള സർവീസ് സെന്റേഴ്സ് ആണ് ഇന്ത്യയിലുള്ളത്. നമുക്ക് ഒരു വർഷം വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 240 മുതൽ 250 വരെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വർഷത്തില് നമ്മൾ വണ്ടികൾ ഏകദേശം 45 ലക്ഷത്തോളം വണ്ടികൾ പെർ ഡേ വെച്ച് സർവീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ദിവസം 95 മുതൽ 100 വണ്ടി വരെ സർവീസ് ചെയ്യേണ്ടിയിരിക്കുന്നു ഈ കുറഞ്ഞ സർവീസ് സെന്ററിൽ വെച്ചിട്ട്. ഇപ്പോഴത്തെ ഒരു അടിസ്ഥാനത്തിൽ അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 വണ്ടി വരെയൊക്കെ സർവീസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇനി വരാൻ പോകുന്ന എല്ലാ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഇപ്പൊ ഏതറിന്റെ ഒക്കെ ഫൊനാർക്ക് എന്ന് പറയുന്ന ഒരു മോഡൽ, അതിന്റെ സീരീസ് ഒക്കെ വരാൻ പോവാണ്. അപ്പൊ അവര് സെയിൽ എങ്ങനെയെങ്കിലും പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ 1 ലക്ഷം രൂപ മുതലൊക്കെ വണ്ടികൾ സെയിൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ അത്തരത്തില് വണ്ടികൾ സെയിൽ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സർവീസിന്റെ സ്പേസും ടെക്നീഷ്യൻസും മാറും, ഒക്കെ കുറയും. അവരവരെ വരാൻ പോകുന്ന വണ്ടിയിൽ ഏകദേശം ഒരു വർഷത്തിൽ ഒരിക്കൽ സർവീസ് ചെയ്യേണ്ടവർ 10,000 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് August 29 അറിയാൻ പറ്റും. അപ്പോ സർവീസ് സെന്ററിന്റെ കുറവ് വളരെ 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 വലിയൊരു കാര്യം തന്നെയാണ്. നേരെ മറിച്ച് അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ പെട്രോൾ സ്കൂട്ടേഴ്സിന് എത്ര സർവീസ് സെന്റേഴ്സ് ഉണ്ടെന്ന്. ഹീറോക്ക് ഏകദേശം 6500, ഹോണ്ടയ്ക്ക് ഉണ്ട് 5900, ബജാജിനുണ്ട് 4800 മേലെ. അങ്ങനെ വലിയൊരു നെറ്റ്വർക്ക് തന്നെ പെട്രോൾ സ്കൂട്ടേഴ്സിനുണ്ട്. പക്ഷേ EVക്കില്ല, കാരണം കുറച്ച് വർഷങ്ങളായല്ലോ വന്നിട്ട്. പക്ഷെ അത് സാധാരണ കസ്റ്റമേഴ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചില ഉത്തരങ്ങള്, ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർക്കൊക്കെ വണ്ടി കിട്ടാൻ ഡിലേ ആവുന്നു, അല്ലെ സർവീസ് കഴിഞ്ഞിട്ട്. ഈ ഓലയുടെ കേസ് നമ്മൾ എടുക്കട്ടോ. ഓലയിൽ വളരെയധികം പ്രശ്നങ്ങൾ നടക്കണേന്ന് നമുക്കറിയാലോ. അത് അപേക്ഷിച്ച് മറ്റു ബ്രാൻഡുകൾ, ചേതക്ക്, എയ്തർ ഇതുപോലുള്ള ബ്രാൻഡുകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും സർവീസ് ഡിലേ ആയിട്ട് വണ്ടി കിട്ടി അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഏതെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറയണം. കാരണം നിങ്ങൾ ഇടുന്ന ഈ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ എനിക്കും വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്രദമാകും. അപ്പൊ അങ്ങനെയാകുമ്പം ഒരു ദിവസം 100 വണ്ടികളൊക്കെ കോമഡി സർവീസ് ചെയ്യാൻ പറ്റും. ഇനി വരാൻ പോകുന്ന ഒരു യുദ്ധം എന്ന് പറയുന്ന പോലെ സെയിലുകൾ കൂടാൻ സാധ്യതയുണ്ട്. കാരണം എയ്തർ ചീപ്പസ്റ്റ് ആയിട്ട് അത് 1 ലക്ഷം രൂപക്കൊക്കെ വണ്ടി ഇറക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ 1 ലക്ഷം രൂപക്കൊക്കെ ചേതക്കിനാണ് വണ്ടി ഉള്ളത്. അപ്പോൾ അവർ അതിലും കുറച്ചിട്ടും അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടുവരും. അപ്പോൾ എല്ലാവരും EVയിലേക്ക് മാറും. E20യുടെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയം കൊണ്ട് ഏകദേശം ആൾക്കാരും പൈസ ലാഭിക്കാനും പെട്രോൾ സേവ് ചെയ്യാനൊക്കെ EVയിലേക്ക് വരും. ഈ 10ലേക്ക് മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ EVയിലേക്ക് വരുന്ന സമയത്ത് സെയിൽ നല്ലോണം കൂടും, സർവീസിന്റെ ലഭ്യത വളരെയധികം കുറയും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ആലോചിക്കണം. അപ്പോൾ സർവീസ് റിലേറ്റഡ് ആയ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി കഴിഞ്ഞാൽ
ഒരു പുതിയ ബ്രാൻഡിനും ഇവിടെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. സർവീസ് സെയിൽ കൂടിയിട്ട് സർവീസ് പ്രോപ്പർ അല്ലെങ്കിൽ ഈ ഓലയ്ക്കൊക്കെ സംഭവിച്ചതാണ്. ഓലയുടെ എല്ലാ വണ്ടിയൊന്നും വളരെ മോശം വണ്ടിയൊന്നുമല്ല കേട്ടോ. പ്രോപ്പർ സർവീസ് ഇല്ലായ്മയാണ് ഇതിന്റെ പ്രശ്നം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ല ഡിസൈൻ ആയിരുന്നു. ആദ്യം ഇറങ്ങിയ സമയത്തൊക്കെ ഞാൻ ഓലയുടെ വണ്ടിയൊക്കെ ടെസ്റ്റ് റൈഡൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് വളരെ താഴത്തേക്ക് പോയി. എനിക്കറിയില്ല. ഇപ്പോ ഇനിയിപ്പോ റിവർ ഇന്ത്യ, ബജാജ് ചേതക്, അതുപോലെ തന്നെ എയ്തർ, പിന്നെ ഹീരോയുടെ വിഡ, ഇങ്ങനെ കുറച്ച് മോഡൽസ് ആണ് ഇപ്പൊ നമ്മുടെ മാർക്കറ്റിലുള്ളത്. ഈ മാർക്കറ്റിലുള്ള ഇത്രക്കാരും സർവീസുകൾ, നമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് സർവീസ് സെന്റർ തുറന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് ഓലയിലൂടെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. ഇതൊരു പോയിന്റ് ആയിട്ട് പുതിയ വാഹനം എടുക്കാനുള്ളവർ ചിന്തിക്കണം. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാല് പലരും പറയുന്നത് കേട്ടു, ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ട കാര്യം സംസാരിക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയപ്പെടുന്നത് അതിനും നിങ്ങൾ കമന്റ് ചെയ്യണം. വാറണ്ടി കഴിയുന്നതോടെ പല ബ്രാൻഡിന്റെയും ബാറ്ററീസ് ഡെഡ് ആവുകയും സർവീസ് സെന്ററിൽ അതിനെപ്പറ്റി അന്വേഷിക്കാൻ പോകുന്ന സമയത്ത് പുതിയ ബാറ്ററിക്ക് ഏകദേശം 50,000 രൂപയുണ്ട്. മെയിൻ നമ്മുടെ ബാറ്ററിനെ റീഫർണിഷ് ചെയ്ത് തരുന്ന സമയത്ത്, അല്ലെങ്കിൽ റീഫർണിഷ് ചെയ്ത ബ്രാൻഡ് ബാറ്ററീസ് നമുക്ക് തരുന്ന 15,000 രൂപ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്കാമിനെ പറ്റിയൊക്കെ ന്യൂസ് വരുന്നുണ്ട്. അപ്പോ നമ്മുടെ വണ്ടിയെ ഒരു സോഫ്റ്റ്വെയറിന്റെ എന്താ പറയാ, ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്, അല്ല നമ്മളെ എല്ലാ വണ്ടികളും ഇപ്പൊ സോഫ്റ്റ്വെയർ കണക്റ്റീവ് ആയിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പൊ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയുടെ വർക്കിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട്. ഒരു സോഫ്റ്റ്വെയർ സംബന്ധിച്ചോളം അങ്ങനെയൊക്കെ സാധിക്കാം എന്നും പല വിദഗ്ധരും പറയുന്നതായിട്ട് ഞാൻ കണ്ടു കേട്ടോ. അതിനൊരു ഒരു എന്താ പറയാ, ഒരു കണക്ഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ കിട്ടുന്ന സമയത്ത്, സോഫ്റ്റ്വെയർ റൺ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയത്ത് സോഫ്റ്റ്വെയറിലൂടെ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അതിനൊന്നും ഒഫീഷ്യലി നമുക്ക് ആർക്കും പ്രൂഫോ കാര്യങ്ങളൊന്നുമില്ല. പലരും പറയുന്ന കുറെ കാര്യങ്ങളൊക്കെയാണുള്ളത്. അതൊന്നും നമുക്ക് ഏത് ബ്രാൻഡാണെന്നോ കാര്യമൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒന്ന് ഒഫീഷ്യലി ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്കൊരു ലീഗലി ആയിട്ടൊന്നും അതിന്റെ ഡോക്യുമെന്റ് ഇല്ല. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്കും പേഴ്സണലി അറിയില്ല. ഞാൻ ഇങ്ങനെ വീഡിയോസിലേക്ക് കണ്ടതാണ്. എന്റെ അഭിപ്രായം, നിങ്ങളിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ചെയ്യണം. എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളെ കംപ്ലൈന്റ് അല്ല നിങ്ങളെ വിഷമങ്ങൾ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഇട്ട് വൃത്തിയോട് വായിക്കുമ്പോൾ അവർക്കത് ഉപകാരപ്രദവും. ഞാൻ എയ്തറിന്റെ റിസ്ക് എടുത്തത് ഒരു പ്രമുഖരായ യൂട്യൂബർ പറഞ്ഞ റിവ്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതിലെ കമന്റ് ബോക്സ് വായിച്ചുകൊണ്ടാണ്. അപ്പൊ അത്തരത്തില് എന്താ പറയുക, ജെന്യുവിനായ കുറെ കമന്റ്സ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ഇതിൽ കമന്റ്സ് ഇടുകയാണെങ്കിൽ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമാവും. അപ്പോ ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകുന്നത്, ഏത് വണ്ടി എടുക്കാം ഒരു സാധാരണക്കാരന് എന്നുള്ള ചോദ്യത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. കഴിഞ്ഞ കുറച്ചു നാളത്തെ ഉപയോഗത്തിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏതറിന്റെ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണ് ഒന്നുകൂടി എന്താ പറയാ, നമുക്ക് ഏതൊരു ഷോറൂം പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അവരൊരു പ്രൊഫഷണലിസം, അല്ലെങ്കിൽ അവർ കീപ്പ് ചെയ്യുന്നൊരു ഇതുണ്ട്. ഞാൻ ബജാജിന്റെ ഒക്കെ ഷോറൂം പോയിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ എന്താ പറയാ, ഒരു ഷോറൂമിന്റെ പ്രതിനിധി തന്നെ ഇല്ല. അതെന്താ പറയാ, ഷോറൂമിന്റെ ഒരു ഭംഗിയോ, അല്ലെങ്കിൽ നമ്മളൊരു ഷോറൂമിലേക്കാണ് കയറി ചെല്ലുന്നതെന്ന് തോന്നുന്നു. ഈ തലശ്ശേരിയിലൊക്കെ ഷോറൂം ഒക്കെ നിങ്ങൾ കണ്ടു. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഷോറൂം, അതിന്റെ ഇപ്പുറം തന്നെ എന്തോ അതൊരു ചെറിയ ഔട്ട്ലെറ്റ് പോലെയൊക്കെ ഞാൻ കണ്ടത്. പക്ഷെ അത് നമ്മളൊരു തൃപ്തിപ്പെടുന്ന രീതിയിൽ എനിക്ക് തോന്നി. പക്ഷെ വണ്ടി ചേതക്കിന്റെ മോശം ഒന്നും ഞാൻ പറയില്ല കേട്ടോ. അത് ഡ്രൈവ് ചെയ്തിട്ട് എനിക്കൊരു ഓക്കെ ലെവലാണ്. പക്ഷെ ഏതറിലേക്ക് എന്നെ എത്തിച്ച കാര്യം, ഏതറിന്റെ 8 year വാറണ്ടി, അവരെ സർവീസ്, അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ ഏതിനെ പറ്റി ഇപ്പൊ കുറച്ച് ആൾക്കാർ പറയുന്ന കുറച്ച് വീഡിയോസ് ആണ് ഒക്കെ ഞാൻ കണ്ടത്. ഇതൊന്നും ജെനുവിനാലിറ്റി എത്രത്തോളം അറിയില്ല. സ്പെയർ പാർട്സിന് അന്യായ ഒരു ബെൽറ്റും പുള്ളിയൊക്കെ മാറ്റിയിട്ട് 6,000 രൂപയോളൊക്കെ വന്നു എന്നുണ്ട് ഒരു കസ്റ്റമർ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്തായിട്ട് കണ്ടു. നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ ആരെങ്കിലും അറിയുമെങ്കിലോ നിങ്ങൾ അവരെ അഭിപ്രായങ്ങൾ പറയണം. കാരണം നിങ്ങൾ ആരെങ്കിലും ഏതറോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഏതെങ്കിലും വെഹിക്കിൾസ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം എത്ര രൂപ എക്സ്പെൻസ് ആയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവും. നമ്മള് ഒരു പെട്രോളിന്റെ പൈസ ലാഭിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണല്ലോ നമ്മൾ EV-യിലേക്ക് പോകുന്നത്. 8 വർഷം വാറണ്ടിയിലുകൊണ്ടാണ് ഞാൻ എയ്തറിന്റെ റിസ്ത വാങ്ങിച്ചത്. പക്ഷെ 8 വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് ആ ബാറ്ററി ഡെഡ് ആകുകയാണെങ്കിൽ എനിക്കൊരു ലോസ് തന്നെയാണ്. കാരണം 1,00,000 രൂപയുടെ പെട്രോൾ സ്കൂട്ടർ വാങ്ങിച്ച് 50,000 രൂപയ്ക്ക് എണ്ണ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറെ ദൂരം ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോ ഞാൻ 1 വർഷം കഴിഞ്ഞിട്ട്
അതിന്റെ ബാറ്ററി ഡെഡായി വീണ്ടും ഒരു 50,000 രൂപക്ക് ബാറ്ററി വാങ്ങിച്ച് അടുത്ത 15 കൊല്ലത്തേക്ക് ഉപയോഗിക്കുക, നിങ്ങൾ അടുത്തൊരു 8 കൊല്ലത്തേക്കും കൂടി ഉപയോഗിക്കാന്ന് പറയുമ്പോൾ എനിക്കത് വളരെ ഒരു വലിയ നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തില് വാറണ്ടി കഴിയുമ്പോഴേക്കും ബാറ്ററി ഡെഡ് ആവുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഏതൊക്കെ ബ്രാൻഡുകൾ, നിങ്ങൾ ആരെങ്കിലും അതിന് ഒരു അനുഭവസ്ഥരാണോ എങ്കിൽ നിങ്ങൾ കമന്റ് കൂടി തരണം. ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് വെച്ചാല് കൂടുതൽ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യം മനസ്സിലാക്കാം. ഞാൻ എന്റെ കമന്റ് ബോക്സിലൊക്കെ ചില ആൾക്കാരോട് അങ്ങോട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്തരത്തിൽ കമന്റ് ഇട്ടത്, നിങ്ങൾ ഈ വണ്ടി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്? ചിലർ അതിന് റിപ്ലൈ തരും, ചിലർ അതിന് റിപ്ലൈ ഒന്നും തരാറില്ല. അപ്പൊ ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇത്ര മാത്രമാണ്. EV ഒരു സാധാരണക്കാരന് ഓക്കെ ആണ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പൈസക്ക് മുതലാണ് എന്നൊക്കെ എത്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ EV മാർക്കറ്റ് എത്തിയോ, നമ്മുടെ എക്കണോമി ആ രീതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും, അതിലുപരി നിങ്ങളുടെ കമന്റിനെ അടിസ്ഥാനപ്പെടുത്തി നൂറുകണക്കിന് ആൾക്കാർ ചിലപ്പോ വണ്ടി എടുക്കും. ഞാൻ പല പ്രമുഖരായ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കമന്റ് ബോക്സിൽ നല്ല അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരെ, ജെന്യൂനായി കമന്റ് പറയുന്ന ആൾക്കാരുടെ കമന്റ്സ് റെഫർ ചെയ്തുകൊണ്ട് എടുക്കാറുണ്ട്. അപ്പോ എന്നെ സംബന്ധിച്ചോളം എയ്തറിന്റെ ഒരു വാഹനം 8 വർഷത്തെ വാറന്റിയോട് കൂടി എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ഇന്നത്തെ മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തി നല്ലതെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഞാനത് സജസ്റ്റ് ചെയ്യുന്നത് 8 ഇയർ വാറന്റി ഉള്ളതുകൊണ്ട്. അതല്ല, നിങ്ങൾക്ക് ആർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ഇടുക. ഞാൻ ഇതിലൂടെ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എനിക്ക് എന്താ പറയാ, എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒന്നാമത് ഞാൻ പറഞ്ഞ സർവീസ് നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങൾ, അത് അവർ പരിഹരിക്കുന്നില്ലെങ്കിൽ നമ്മളൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും. പിന്നെ വാറണ്ടി കഴിഞ്ഞ ഉടനെ ബാറ്ററി ഡെഡ് ആവുന്ന കേസ്, പിന്നെ ഏതെന്റെ സർവീസ് കോസ്റ്റ്, ഇങ്ങനെ ഒക്കെ ഇത്തരം വിഷയങ്ങൾ നേരിട്ട് നിങ്ങൾ അനുഭവസ്ഥരാണെങ്കിൽ നിങ്ങൾ കമന്റ് എന്തായാലും ഉണ്ടും കേട്ടോ. അപ്പോ ഞാൻ ഇതുപോലൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾ ആരെങ്കിലും പുതിയ വണ്ടി എടുക്കാൻ, EV എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ കമന്റ് ഇടണം, ഏത് വണ്ടിയാണ് എടുക്കുന്നതെന്നും ഇടണം. പിന്നെ ഓക്കെ, അപ്പോൾ കമന്റ് ബോക്സിൽ നമുക്ക് സംസാരിക്കാം. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. ഞാനും അതിന് റിപ്ലൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളും കമന്റ് ചെയ്യുക. പിന്നെന്താ, ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ചെയ്യുക. അപ്പോൾ ഒരു സഡനായിട്ട് ഒരു EVയിലേക്കുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ആലോചിച്ചുകൊണ്ട് എടുക്കുക. വാങ്ങിച്ചതിന് ശേഷം നമ്മളെ ലാഭനഷ്ടങ്ങളെ പിന്നീട് കണക്കൂട്ടിയിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.